വല്ലതും തരണേ. ഇവിടെ ആരുമില്ല. മോളെ അകത്ത് പോയാൽ ഇപ്പം ആരെയെങ്കിലും എടുത്തോണ്ട് വരുമോ? തന്നോടല്ലേ പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന്. മോളെ അങ്ങനെ വിളിക്കാൻ പാടില്ല. വലിയവരോട് അല്പം ബഹുമാനമൊക്കെ വേണ്ടേ? ഞാനൊരു സ്വാമിയാണ്. തടി മുടിയൊക്കെ വളർത്തി കിടക്കുക. കുളിക്കത്തുമില്ല, നരക്കത്തുമില്ല. എന്തൊരു നാറ്റം. നിക്കടേ അവിടെ. ഇവിടെ പോവാ. അവിടെ നിൽക്കേ. നീ മുടി ചാത്തിട്ട് മരിക്കാനിടവട്ടെ. വെക്കടിയോടെ, ഇത് ഞങ്ങളുടെ സാധനമാ. അയ്യോ, ദേവുവല്ലേ ഇത്? അയ്യോ, ഈ കുട്ടിക്ക് ബോധമില്ലല്ലോ. അമ്മേ, ദേവ് മുടി ഛർദ്ദിച്ചു. ഭ്രാന്ത് പിടിച്ച പോലെ അലറുകയായിരുന്നു. ഈ കുട്ടിക്ക് എന്തോ ബാധ കയറിയതാ. ഇപ്പൊ പലതവണയായല്ലോ. ഇത് ദിവ്യയുടെ മോളല്ലേ? മോളെ, എന്റെ മോക്ക് എന്ത് പറ്റി? മോളെ, മോളെ. അയ്യോ, ഈ കൊച്ചിന് ദേഹത്ത് എത്രാമത്തെ തവണ ഈ ബാധ കയറുന്നത്? ഇത് ബാധയൊന്നുമല്ല, വല്ല ഡോക്ടറിനെ കാണിക്കാൻ നോക്ക്. ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. ബാധ ഒഴിപ്പിക്കണം, അതിന് വല്ല കർമ്മങ്ങളും ചെയ്യണം. ദേവു, എന്തിനാ മോളെ നീ എപ്പോഴും ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നേ? പുറത്തൊക്കെ പോയെന്ന് കൂട്ടുകാരോട് കളിച്ചുകൂടെ? അമ്മ, എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല. അതാരാ കളിക്കാൻ കൂട്ടാത്തെ? മോള് വാ, ഞാൻ കൊണ്ടുവിടാം. എന്റെ മോളെ ആരാ കളിക്കാൻ കൂട്ടത്തില്ലെന്ന് പറഞ്ഞേ? വാ, അമ്മ പറഞ്ഞാൽ അവരെന്തായാലും കേൾക്കും. മക്കളെ, ദേവുവിനെ കൂടെ നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടുമോ? ദേവ് ഞങ്ങളോട് കളിക്കണ്ട. ദേവുനെ ഞങ്ങളുടെ കൂടെ കളിപ്പിക്കേണ്ടത് ഞങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞു. അതെന്താ മോളെ, നിങ്ങളെ പോലെ ഒരു കുട്ടിയല്ലേ ദേവുവും? അല്ല, അവളുടെ അകത്ത് പ്രേതമുണ്ട്. ശരിയാ, ഞങ്ങളുടെ കൂടെ കളിക്കണ്ട, ഞങ്ങൾക്ക് പേടിയാ. ചേട്ടാ, ഇങ്ങനെ പോയാൽ എങ്ങനാ? നീ എന്തോ ഈ പറഞ്ഞു വരുന്നേ? നമ്മുടെ മോളുടെ കാര്യം, അവക്കിടയ്ക്കുണ്ടാകുന്ന ഈ മാറ്റം. നമ്മളിനി എന്ത് ചെയ്യാനാ? കൊണ്ടുപോകുന്നിടത്തെല്ലാം കൊണ്ടുപോയി. തൽക്കാലം ഒരു ശമനം ഉണ്ടാവും, വീണ്ടും പഴയ പോലെ തന്നെ. ഇനി എവിടെ വേണേലും കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാ. ദൈവമേ, എങ്ങനെയെങ്കിലും ഇതിനൊരു ശമനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്താ, എന്തു വേണം? അമ്മ, കൈ നോക്കി ഭാവിച്ചല്ലോട്ടുമ്മ. മുഖം പാത്ത് ലക്ഷണം ചൊല്ലിടുമേ. ഇവിടെ ആരുടെയും ഭാവിയും ഭൂതം ഒന്നും നോക്കണ്ട. അല്ലേലും തന്നെ മനുഷ്യന് സമാധാനം പോയിരിക്കുമോ? അയ്യ, സത്യമാണ് കാര്യം. കൈ നോക്കി ചൊല്ലിടുമേ. അത് തീർപ്പൊടി. അമ്മ, കൊഞ്ചം നില്ലമ്മ. ഇങ്ങ ഭയങ്കരமான ഒരു ബാധയിരിക്കും, ശരിയല്ലയാ? സത്യമല്ലയാ? അതുക്ക് എൻ കയ്യിൽ ഒരു പരിഹാരം ഇരിക്കും. എന്താ? അങ്ങ് തെക്ക് ബാധ എഴുപ്പിക്കുന്ന ഒരു സ്വാമി ഇരിക്കും. എല്ലാം ശരിയിടമേ. എനിക്ക് ദക്ഷിണാൽ മുഖ്യം. ദക്ഷിണ കൊടമ്മ.
അതിഭയങ്കര ശക്തിയുള്ള ഒരു കുട്ടിയുടെ ബാധയാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഒരു കൊച്ചുകുട്ടിയുടെ ആത്മാവാണത്. പണ്ട് ഒരു കൊച്ചുകുട്ടി വഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഈ കുട്ടിയുടെ ആത്മാവ് പ്രതികാരം പൂർത്തിയാക്കാതെ ഈ ശരീരം വിട്ടു പോവില്ല. മോളെ മോളെ എത്ര നാളായി എവിടെയെല്ലാം കൊണ്ടുപോയി, എന്നിട്ട് എന്റെ മോക്കൊരു മാറ്റം കാണുന്നില്ലല്ലോ ദൈവമേ. ഞാൻ പോയപ്പോഴല്ലേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മരിച്ചാലോ എന്ന്. എനിക്കതിന് കഴിയുന്നില്ലല്ലോ അമ്മ. നീ തമാശക്ക് പോലാക്കലൊന്നും ചിന്തിക്കരുത്. മോളില്ലെങ്കിൽ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നിട്ട് കാര്യം. മോളിലിരുന്ന് ഈശ്വരല്ലെന്നല്ല കാണുന്നുണ്ട്. അമ്മ എനിക്ക് തരുന്ന ഒരു നേരത്തെ ആഹാരത്തിൽ അല്പം വിഷം ചേർത്ത് തന്നോടെ അമ്മ. അതിനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. ആത്മഹത്യ ചെയ്യാൻ മനസ്സ് അനുവദിക്കുന്നില്ല. നാട്ടുകാരെന്ന് പറഞ്ഞോട്ടെ, അവരുടെ മാ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ബാധ കയറുന്ന കുട്ടിയല്ലേ? ആണോ? ഇപ്പോഴും ബാധകളൊക്കെ ഉണ്ടോ? ഏതോ കൂടി അനുഭവം തോന്നുന്നു.
അതേടാ, എൻ്റെ കുടുംബത്തിൽ ഇനി ഇതിലും വലിയ ബാധ കയറിയവരുണ്ട്. കാണോ നിനക്ക്? അയ്യോ ചേട്ടാ വേണ്ട. ഇവിടെ ചുമ്മാ ഇവിടെ ചുമ്മാ പ്രശ്നമാണ്. അതെ ഇവിടെ ചേട്ടാ മാറ ഇവിടെ വിട്ടേരെ. രാജാ, മോർണിംഗ് സാർ. ഇന്നലെ വൈകിട്ട് അവിടെ പോയിരുന്നോ? പിന്നെ വേറൊരു കാര്യം പറയാനാണ്. ഒരു ഫോൺ വരാണ്. ഗോപനെ ഇങ്ങോട്ട് വിളിച്ചേ. മറ്റടുത്ത മന്ത്രിമാരും കുറെ കൊണാപ്പന്മാരും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗോപ, ഇന്നെവിടെയാ ഡ്യൂട്ടി? പാറവാട്ടെ. ഓക്കെ. സാറേ, പിന്നെ നമ്മുടെ മുട്ട സജി നിൽപ്പുണ്ട് ഒപ്പിടാനായിട്ട്. വിളിക്കട്ടെ? അവനോട്ട് കയറ്റിവിട്. സജി ഡാ ഇങ്ങ് വന്നേ. സാറ് വിളിക്കുന്നു. നമസ്കാരം സാർ. എന്നാ ഉണ്ടോ വിശേഷമൊക്കെ? സുഖമാണല്ലോ അല്ലേ? മര്യാദക്ക് നടന്നോണം. ഇല്ലെന്റെ താളമണ്ടേനെ അടിച്ചു പൊട്ടി കേട്ടാ. പോ. സാറേ, അടിപിടി കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. വിളിക്കട്ടെ സാറേ? അവരെ കെട്ടിവിടും സാർ. കയറി വരൂ. ഓക്കെ. ഇനി ഒരുപാട് തല്ലിയോടാ അവര്? ഒരുപാട് തല്ലി സാറേ. ഒരുപാട് തല്ലി സാർ. എൻ്റെ മോക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. മോക്കെന്താ പ്രശ്നം? എന്താ? അവൾക്കൊരു ചെറിയ മാനസിക വിഭ്രാന്തിയാണ് സാർ. അത് കാരണം ഞങ്ങൾ പുറത്തോട്ട് പോലും ഇറങ്ങാറില്ല സാർ. കുറേ നാളുകൾക്ക് ശേഷം ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയതാ സാർ. അപ്പോഴാണ് അവർ വഴിയിലിരുന്ന് എൻ്റെ മോളെ കളിയാക്കിയത്. അവന്മാരെ വിളിച്ചോണ്ടുവാ. കയറി വാടാ ഇങ്ങോട്ട്. നമസ്കാരം സാർ. ആരടാ? പ്രസാദ് ആരടാ? ഞാനാ സാർ. ഷൈജു? ഞാനാ സാർ. നിനക്കൊക്കെ എന്താ അവരെ കാണുമ്പം? സാർ അതെ. നിനക്കൊക്കെ എന്താ പ്രശ്നം? എന്താ ഇവരെ കാണുമ്പോഴാണല്ലോ പ്രശ്നം? വായി നാക്കിലടാ. വലിയ പ്രകടനമായിരുന്നു റോഡിൽ. ഇവന്മാരൊന്നും പറയുന്നില്ലല്ലോ. എന്ത് മാന്യോട്ടാ നിൽക്കണം നോക്കിയേ. ആ തെളിയാടക്കണ കേസില്ലേ, ആ പീഡന കേസ്, അത് നമ്മുടെ തലമണ്ടയ്ക്ക് വെച്ച് കെട്ടിയിട്ട് അടിച്ച് അകത്തിടും. കിടക്കട്ടെ 2 ദിവസം അകത്ത്. അയ്യോ സാർ, സാറേ അറിയാൻ പറ്റിപ്പോയ സാറേ, ക്ഷമിക്കണം സാർ. എടോ, ഇത് ആവർത്തിക്കണമെന്നാ പറയണേ. എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞ 2 പിടിച്ച് പാകത്തിടാം. ഇനി മേലാവർത്തിക്കരുത് കേട്ടല്ലോ. ഇല്ല സാർ. ഇനി ഒരു കേസ് ഇതിൻ്റെ പേര് വന്ന പോ. എന്താ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞത്? അശോകൻ. അശോക. പിന്നെ അവരുടെ ഭാഗത്തുനിന്നും ശല്യമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് ഇനി എന്തെങ്കിലും നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ എൻ്റെ നമ്പർ അവിടെ നിന്ന് മേടിച്ചു, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ധൈര്യത്തോടെ പോയി. പിന്നെ കുട്ടിയോടെല്ലാം കാണിക്കുന്നുണ്ടോ? ഒരു സ്വാമിയെ കാണിക്കുന്നുണ്ട് സാർ. സ്വാമിയോ? ഓക്കെ സാർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് സാർ? ആ പുറത്ത് നിൽക്കുന്ന സ്വാമിയില്ലേ? അതെ. അദ്ദേഹത്തെയാണ് വർഷങ്ങളായിട്ട് കൊച്ചിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്വാമിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാ, കൊണ്ടുപോക്കാൾ മോൻ ഇങ്ങോട്ടും. കയറി വാടാ ഇവിടെ. നിൽക്കടാ അവിടെ. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇവനെ തപ്പി നടക്കുകയായിരുന്നു. ചിലപ്പോൾ സ്വാമി, ചിലപ്പോൾ പിച്ചക്കാരൻ. അവന് പല വിധത്തിലാണ് അവൻ്റെ വേഷങ്ങൾ. അല്ലടാ ഉള്ള സ്വാമി. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അയ്യോ അമ്മേ, നേരെ നിൽക്കണം അങ്ങോട്ട്. നീ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാടാ നിന്നെ പൊക്കിയത്. ഈ നാട്ടിൽ നടക്കുന്ന സർവ്വ കുട്ടികളുടെ മിസ്സിംഗ് കേസിൽ പ്രതി നീയാണ്. ഇവരെ പിടിച്ചാത്തിരും. ഹലോ, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ പുറത്തോട്ട് നിൽക്കി.
നിന്റെ ഒരു സ്വാമി വേഷം അയ്യോ നിന്റെ ഞാൻ ചെയ്യില്ല സാർ, ഞാൻ സത്യം പറയാം. വേഷം കിട്ടും അയ്യോ, അയ്യോ, അയ്യോ. നാട്ടുകാരെ പറ്റിക്കുന്നതും പറ കുഞ്ഞുങ്ങളെ നീ. അയ്യോ അതല്ല സാർ. ഡാ എഴുന്നേക്കടാ അങ്ങോട്ട്. അയ്യോ, എഴുന്നേക്ക. അയ്യോ, വലിക്കല്ല ഇനി സാർ. നിനക്ക് ജയിലിൽ പോയി കിടക്കാം. മോളെ നല്ലൊരു ഡോക്ടറെ കാണിക്കുക, അവൾക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക. ഓ മോള് മിടിക്കേ വരണം പോയിട്ട്. ഓക്കെ. ആഹാ, ദേവൂട്ടി ഇന്ന് നേരത്തെ വന്നോ? മോളെ ദേവു, പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു അച്ഛാ. എന്തായാലും നമ്മുടെ മോളിപ്പം ഇടിക്കുക. കൗൺസിലിംഗ് കൊണ്ട് പ്രയോജനം ഉണ്ടായി. എല്ലാം എന്റെ തോന്നലായിരുന്നു അമ്മേ. ആഹാ, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. എന്നാലും എനിക്ക് മനസ്സിലാകാത്ത ബാധ കയറുമ്പോ ഇവളെങ്ങനെയാ മുടി ഛർദിക്കുന്നേ? ആ കാര്യം എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നു. ഞാൻ ആ സമയത്ത് എന്റെ മുടി തന്നെ പറിച്ച് വായി വെക്കുമായിരുന്നു. ചുമ്മാതല്ല, മോക്ക് ഇത് കഴിയുമ്പോൾ ഭയങ്കര തലവേദന. ഉം, ഉം. എന്തായാലും എന്റെ ഈശ്വര, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല, വേണേ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ബാധ കയറും. ഒന്ന് പോടി വേണേ. അയ്യേ അച്ഛാ, അമ്മ പേടിച്ചു. അടി